2026 ജൂലൈ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ധനുക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. കാർഷിക സമ്പത്ത് ധാരാളമായി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് കാർഷിക വിളകളിൽ നിന്നും ധാരാളം ലാഭം ലഭിക്കാം. കുടുംബത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. സംരംഭങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങുന്നുവെങ്കിൽ അതിനുള്ള പേപ്പറുകളും ലൈസൻസുകളും ഈ സമയം ശരിയാകുന്ന ഒരു സമയമാണ്. മനോദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ഏതെങ്കിലും തരത്തിൽ ദമ്പതിമാർ തമ്മിൽ വഴക്ക് പിണക്കോ ഉണ്ടായിട്ട് അകന്നു കഴിയണമെങ്കിൽ അവർ ഒരുമിക്കുന്നതിനുള്ള ഒരുമിച്ച് യോജിച്ചു പോകുന്നതിനുള്ള ഒരു സമയം കൂടിയാകുന്നു. അതുപോലെ മറ്റുള്ളവരായിട്ടുള്ള വഴക്കും ബഹളങ്ങളെല്ലാം നിർത്തുന്നതിന് സാധിക്കുന്നു. വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അതിൽ വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് പ്രവേശനം നടത്താനായിട്ട് സാധിക്കുന്നു. അതുപോലെ എന്തെങ്കിലും രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. കൂടാതെ റിമാൻഡിലുള്ളവർക്ക് ജാമ്യം കിട്ടുന്നതിനുള്ള ഒരു സമയവും കൂടിയാണിത്. മക്കൾക്ക് ഏതെങ്കിലും രീതിയിൽ രോഗം മൂലമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അവർക്ക് കാര്യങ്ങൾ തടസ്സങ്ങൾ മാറി അവർക്ക് അതിൽ നിന്നെല്ലാം വിദ്യാഭ്യാസം തുടരുവാൻ സാധിക്കുന്നു. ധനം ശ്രമിച്ചു കഴിഞ്ഞാൽ ധാരാളം ധനലാഭം പറ്റുന്ന ഒരു സമയമാണിത്. മനസ്സിനും ശരീരത്തിനും പൂർണ്ണമായ സൗഖ്യം ലഭിക്കുന്നു. വീട് വാങ്ങാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് ഭൂമി അവർക്ക് വാങ്ങാനായിട്ടും സാധിക്കുന്നു. ശത്രുക്കളുടെ ശല്യം ഇവിടെ കുറയുന്നു. ബുധനും ഗുരുവും ശുക്രനും ഒരു രാശിയിൽ വരുന്നതിനാൽ സരസ്വതി യോഗം വന്നിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. ശ്രമങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നു. ഏത് കാര്യവും ഗ്രഹിക്കുന്നതിനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. അതായത് വേഗം മനസ്സിലാക്കാൻ അത് മനസ്സിൽ ഇരുത്താനും സാധിക്കുന്നു. അനുഭവവും കഴിവും മൂലം വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ചില പുരുഷന്മാരിൽ നിന്നും സ്ത്രീകൾക്കും ചില സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്കും ചില മാനഹാനിപരമായ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലർക്ക് തൊഴിലിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കാം. അവിടെ യൂണിയൻ പ്രശ്നങ്ങളോ മറ്റുള്ളവയോ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഉദരവ്യാധി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. തക്ക ചികിത്സ ലഭിച്ചാൽ അത് ഭേദമാകും. ഇനി ഉപാസനാഭംഗം, അതായത് മതപരമായ ചടങ്ങുകളിൽ പ്രാർത്ഥനകളും പൂജകളും മുടങ്ങുവാൻ സാധ്യതയുണ്ട്. അച്ഛനും അമ്മയ്ക്കും മുതിർന്നവർക്കും ചില ദുരിതങ്ങൾ ഉണ്ടാകുന്നതിനും ഭാഗ്യഹാനി ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനനുസരിച്ചാണ് ഫലം പറയുന്നത്. 5 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള രോഗങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. ചെറിയ രീതിയിലുള്ള ബാല്യകാല അസുഖങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ചില മൂലം നക്ഷത്രക്കാരുടെ വീടുകളിൽ മോഷണം നടക്കുവാനായിട്ടൊരു സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ സമയം ശ്രദ്ധിച്ചില്ലെങ്കിൽ വിലപ്പെട്ട പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ വീട്ടുകാരുടെ എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ മൂലം, അതായത് ആലോചിക്കാതെയുള്ള എടുത്തു ചാടി തർക്കങ്ങളിലും വഴക്കുകളിലൊക്കെ ചെന്ന് ചാടുന്നത് മൂലം ഭയങ്കരമായ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്നും ഈ സമയം ചിലർക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. അതുപോലെ തന്നെ അന്യദേശവാസം കാണുന്നു. ചിലർ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ മാറി അന്യദേശത്തേക്ക് താമസിക്കുന്നതിനും സാധ്യതയുണ്ട്. എന്തൊക്കെയായിരുന്നാലും വിദ്യാഭ്യാസം തുടങ്ങി വയ്ക്കുന്നതിന് യാതൊരു തടസ്സവും കാണുന്നില്ല. ചില രോഗങ്ങൾ വന്നും പോയും ഒക്കെ ഇരിക്കുമെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ സമയം കേസുകൾ ആരംഭിക്കുന്നത് നല്ലതല്ല. പുതിയ രീതിയിൽ കേസുകൾ തുടങ്ങുന്നത് നല്ല സമയമല്ല ഇത്. എന്നാൽ നിലവിൽ കേസുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം വിജയം ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് വളരെയധികം നേട്ടങ്ങൾ കുടുംബത്തിന് കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ ധനവും ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു. വിദ്യാഭ്യാസ സംബന്ധമായ ഉയർച്ചയാണ് കാണുന്നത്. വേറെ തടസ്സങ്ങൾ കാണുന്നില്ല. കുടുംബത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിനുള്ള ഒരു യോഗമുണ്ട്. ചിലർക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കണ്ണിലും വയറ്റിലൊക്കെ ചില രോഗങ്ങൾ വരാം. ഭൂമി, വീട് ഇവ ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. കൃഷിക്കാർക്ക് അത്ര നല്ല ഒരു കാലമല്ല ഇത്. ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നേടാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. ചിലർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് വേഗം തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ധനസമ്പാദനം അതുപോലെ സാധ്യമാകുന്ന ഒരു സമയമാണ്.
അതുപോലെ തന്നെ സമ്പാദ്യം നിക്ഷേപത്തിൽ നിക്ഷേപിക്കുന്നതിനും ഇവർക്ക് സാധ്യതയുണ്ട്. പുരാവസ്തു പരമായിട്ടുള്ള പല വസ്തുക്കളും ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. വളരെ വിലപ്പെട്ട വസ്തുക്കളാണ് ലഭിക്കുക. നിധി കിട്ടുമെന്ന പ്രലോഭനങ്ങളിൽ ചെന്ന് ചാടി നഷ്ടങ്ങൾ വരുത്തി വെക്കരുത്. 25 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക്, ചില മൂല നക്ഷത്രക്കാർക്ക് ഈ കാലം അത്ര ഒരു സുഖകരമായ ഒരു കാലമല്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. അതായത് ചെലവുകൾ കൂടാം ഒരു കാലം. ഇപ്പൊ വരുമാനം കൂടിയിരുന്നാലും ചെലവുകൾ കൂടാൻ സാധ്യതയായതിനാൽ ഒരു ധനപരമായ അച്ചടക്കം ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ മേലധികാരികളുടെ കോപത്തിന് നിങ്ങൾ ഇരയാകേണ്ട ഒരു സാധ്യത ഉണ്ടായതിനാൽ കോപങ്ങൾ കുറച്ച് അടക്കി നിങ്ങളുടെ ജോലികളിൽ ശ്രദ്ധിക്കുക. അതിനാൽ നിങ്ങളുടെ തൊട്ടു മുകളിലുള്ള അധികാരി നിങ്ങളോട് അസൂയ ഉണ്ടാകുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതും നിങ്ങൾ കണക്കിലെടുക്കരുത്. ആർക്കും ഈ സമയം നിങ്ങൾ വലിയൊരു സംഖ്യ കടം കൊടുക്കരുത്. അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പിന്നെ വഴക്കിനും ബഹളത്തിനും അവസാനിക്കും. കേസുകൾ ഉണ്ടാകും. ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജ്വരം പോലുള്ള പനികൾ വരാനും മുറിവുകൾ വരാനും സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളുമായി വിരോധത്തിന് വരുന്നതിനൊരു സാധ്യതയുണ്ട്. അതിനാൽ സുഹൃത്തുക്കളുമായി ഈ സമയം കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ വീക്ക്നെസ് ആരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കരുത്. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ നിങ്ങളെ പല രീതിയിലും ചൂഷണത്തിന് വിധേയമാക്കും. രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിന് നല്ലത്. 31 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചവർക്ക് ഈ സമയം ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ മേഖല വളരെ നേട്ടമുള്ളതായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വ്യാപാര മേഖലയിലും വളരെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യത്തിനും ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. ചിലർക്ക് രക്തത്തില് ചില മിനറൽസിന്റെയും മറ്റുള്ള ചില ഘടകങ്ങളുടെയും കുറവ് മൂലം ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ചികിത്സിച്ചാൽ മതിയാകും. ചിലർക്ക് ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും നേരിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിലിൽ പ്രമോഷൻ ലഭിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ചിലർക്ക് പുതിയ രീതിയിലുള്ള വ്യാപാരം തുടങ്ങുന്നതിന് സാധിക്കുന്നു. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു കാലമാണിത്. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രമിക്കുക. അതുപോലെ സമ്പാദിക്കാനും ശ്രമിക്കുക. ചില മൂലം നക്ഷത്രക്കാർ വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുന്നതിനുള്ള ഒരു യോഗം അവർക്ക് കാണുന്നുണ്ട്. കൂടുതലും കയറ്റുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഭൂമി വാങ്ങുവാനായിട്ട് ഈ സമയം യോഗമുണ്ട്. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. നിങ്ങളെ എപ്പോഴും അവര് വെള്ളപൂശി കാണിക്കുന്നവരോട് നിങ്ങൾ അധികം ചങ്ങാത്തം കൂടാതിരിക്കുന്നതാണ് നല്ലത്. ഒരു അകലം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 41 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചിലർ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. അത് കൂടുതലും വയറ് സംബന്ധിച്ച അവയവങ്ങളുടെ ഓപ്പറേഷനാണ് കാണുന്നത്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. കേസുകൾ കോടതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ സാധിക്കും. ശത്രുക്കളെയും അസൂയാലുക്കളെയും അകറ്റി നിർത്തുന്നത് ഈ സമയവും നല്ലതാണ്. ചില അസുഖങ്ങൾ നിസ്സാരമെന്ന് നിങ്ങൾ കരുതുമെങ്കിലും ഈ സമയം നിങ്ങൾ കൃത്യമായിട്ട് ചെറിയ അസുഖങ്ങൾക്ക് പോലും ചികിത്സ തേടേണ്ടതാണ്. കാരണം പെട്ടെന്ന് ഗുരുതരമാകാണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. എല്ലാവരോടും ഒരു ഐക്യം കാണിക്കുക വളരെ നല്ലതായിരിക്കും. എന്നാൽ ചിലരോട് ഇടപെടുമ്പോൾ ഒരു വിവേചന ബുദ്ധി സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവിചാരിതമായി ചില ആപത്തുകൾ വരാമെങ്കിലും കരുതിയിരിക്കുന്നവർക്ക് യാതൊരു പ്രശ്നവും കാണുന്നില്ല. ചതിക്കുന്നവരെയും അസൂയാലുക്കളെയും വളരെ ശ്രദ്ധിക്കുക. അവർ അവസരം കാത്തിരിക്കുന്നതാകുന്നു. നിങ്ങൾക്ക് ധനനഷ്ടം വരുത്തുവാനാണ് അവർ അവസരം കാത്തിരിക്കുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് ഈ സമയം കുറച്ച് അധ്വാനം കൂടുതലായിരിക്കും. 47 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് ബുദ്ധിശൂന്യത വരുന്ന ഒരു കാലമായതിനാൽ വളരെയധികം ആലോചിച്ച് വേണം ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. വെപ്രാളപ്പെട്ട ഒരു തീരുമാനം എടുക്കരുത്. ആരോടും വാക്കുകൊണ്ട് പോലും ഒരു തർക്കവും നടത്തരുത്. നിങ്ങൾക്കത് വിനയായി തീരും. ആലോചിക്കാതെ എടുത്തു ചാടി ഒരു ഇടപാടും, അതായത് വസ്തു ഇടപാടോ ധനപരമായ ഇടപാടുകളോ ഒന്നും ഈ സമയം നടത്തരുത്. വളരെ ശ്രദ്ധിച്ചു വേണം നടത്താൻ. വളരെ ശ്രമിച്ചാൽ ധാരാളം ധനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ചിലർക്ക് ഈ സമയം അന്യദേശവാസം കാണുന്നു. ജോലി സംബന്ധമായിട്ടായിരിക്കാം വിദേശത്തേക്ക് പോകേണ്ടി വരുന്നത്. ധാരാളം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ യോഗം കാണുന്നു. ശരീരത്തിന് ബലക്ഷയം വന്നേക്കാം. ചിലർക്ക് പ്രമേഹപരമായി ചില പുണ്ണുകൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. മോഷ്ടാക്കളെയും ചതിയന്മാരെയും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നിരുന്നാലും ധനത്തിനും ഐശ്വര്യത്തിനും ഒരു കുറവ് വരുന്നില്ല. ചിലർക്ക് അന്യദേശവാസം കാണുന്നു. കൃഷിഭൂമി വാങ്ങുന്നതിന്
ഈ സമയവും അവർക്ക് ഒരു യോഗമുണ്ട്. ദമ്പതിമാർ തമ്മിൽ കുറച്ച് അകന്ന് താമസിക്കുന്നതിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. 65 വയസ്സിനും അതിനു മുകളിലോട്ടുള്ളവർക്ക് നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം ഇത് അവർ മുൻകാലങ്ങളിൽ നിക്ഷേപിച്ച ആ സമ്പാദ്യ പദ്ധതികളിൽ നിന്നും ധാരാളം ആദായം കിട്ടിത്തുടങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ മികച്ച ധനപരമായ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും ഈ സമയം ലഭ്യമാകാം, പല നേട്ടങ്ങൾ ഉണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പല ഫയലുകളും സർക്കാർ മേശപ്പുറത്ത് വരികയും നിങ്ങൾക്ക് അതുമൂലം ധാരാളം ധനം ലഭിക്കുകയും ചെയ്യും. മനസമാധാനവും ഐശ്വര്യവും ലഭിക്കുന്ന ഒരു സമയമാണ്. ലഭ്യമാകേണ്ടിയിരുന്ന ഭൂമി ഏതെങ്കിലും തരത്തിൽ കേസിലോ മറ്റു പെട്ട് കിടക്കുന്ന ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭൂമി തിരികെ ലഭിക്കാം. അന്യ ആൾക്കാരിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ധനനേട്ടം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നാൽക്കാലികളിൽ നിന്ന് ഈ സമയം ആദായം കുറവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആ വ്യാപാരത്തിന് മുതിരുന്നത് ഒരു നല്ല സമയമല്ല. മദ്യപാനിയാണെങ്കിൽ, നിങ്ങളൊരു മദ്യപാനാണെങ്കിൽ അത് നിമിത്തമുള്ള സാമ്പത്തികപരമായും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അമിതമായി ലോട്ടറി ടിക്കറ്റ് എടുത്ത് അതിനടിമയായി സാമ്പത്തികമായി നശിക്കുന്നതിനും ഒരു സാധ്യതയും കൂടിയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഉറ്റ ബന്ധുക്കളുടെ വിയോഗം വരുവാനും ഈ സമയം ഒരു സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ നിന്നും ധനം ലഭിക്കുന്നതിന് ഈ ലാസ്റ്റ്, അതായത് അവസാനപരമായ കാലഘട്ടത്ത് കാർഷിക മേഖലയിൽ നിന്ന് ധാരാളം ധനം ലഭിക്കാം. 16 വയസ്സ് മുതൽ, അടുത്ത് പൂരാട നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. 16 വയസ്സ് മുതൽ ഉള്ള പൂരാട നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ലൊരു കാലമാണ്. പല സമ്മാനങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത പൂരാട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അത് ആഭരണങ്ങളായിട്ടോ അല്ലതായൊക്കെ ലഭിക്കാം. വിദ്യാഭ്യാസം സംബന്ധിച്ച് തുടങ്ങി വയ്ക്കാൻ അതുമൂലം നല്ല നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റിയ ഒരു സമയമാണ്. വിദ്യാഭ്യാസ തടസ്സമൊന്നും കാണുന്നില്ല. ചില രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതെല്ലാം നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സർക്കാരിൽ നിന്നും ഈ സമയം ചില ആനുകൂല്യങ്ങൾ കുടുംബത്തിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഇഷ്ടപ്പെട്ട വാഹനം കുടുംബത്തിന് വാങ്ങുന്നതിന് സാധിക്കുന്നു. വീട് മറ്റും ലഭ്യമാകുന്നതിനും ഒരു യോഗമുണ്ട്. അച്ഛനും അമ്മയും കൂടി, ചില പൂരാട നക്ഷത്രക്കാരുടെ അച്ഛനും അമ്മയും കൂടി വഴക്കുകൂടി പിണങ്ങി വേറെ താമസിക്കുന്നതിനും ചിലര് ബന്ധം വേർപെടുത്തി പിരിഞ്ഞു പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ചിലർക്ക് ധനവും ഭൂമിയും ധാരാളമായിട്ട് ഉണ്ടാകുന്നു. കൃഷി മേഖലയിൽ നിന്നും കുടുംബത്തിന് വലിയ ഒരു ആശ്വാസമായിട്ടുള്ള സംഖ്യ ലഭിക്കുന്നു. ഗുണങ്ങൾ ലഭിച്ചേക്കാം. ആരുമായിട്ടും ഈ സമയം വഴക്കിനോ ബഹളത്തിനോ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. സാമ്പത്തികപരമായും മാനസികപരമായും ഉള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിലാണ് അത് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കുക. 16 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ചിലർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ധനത്തിന് ചില ബുദ്ധിമുട്ടുകൾ കുടുംബത്തിനുണ്ടാകാം. സ്വന്തം നാട്ടിൽ നിന്നും താമസം മാറി അന്യനാട്ടിലേക്ക് വസിക്കുന്നതിനൊരു യോഗം കാണുന്നുണ്ട്. വാഹന അപകടം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇവിടെ വിദ്യാഭ്യാസത്തിന് യാതൊരുവിധ തടസ്സങ്ങളും കാണുന്നില്ല. എങ്കിലും ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുവാനുള്ള മഹാഭാഗ്യം കാണുന്നുണ്ട്. കണ്ണിന്റെ കാഴ്ചയ്ക്ക് ചില കുറവുകൾ വന്നേക്കാം. അതും പരിഹരിക്കപ്പെടുന്നു. കുടുംബത്തിൽ ആർക്കെങ്കിലും കോടതി കേസുകൾ നടക്കുന്നുവെങ്കിൽ അതിന് പരാജയ സാധ്യത കൂടുതലായിട്ടാണ് ഈ സമയം കാണുന്നത്. ചിലർ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വനമേഖലയിൽ സഞ്ചരിക്കുന്നതിനും കുറെ കാലം അവിടെ താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ചിലർക്ക് അസുഖങ്ങൾ വന്നേക്കാം. എങ്കിലും ആരംഭത്തിൽ തന്നെ വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് രോഗം ഗുരുതരമാകേണ്ട ഒരു സാഹചര്യവും കൂടി ഇവരുടെ സാധ്യതയിൽ കാണുന്നുണ്ട്. 22 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം നേടിയവർക്ക് മികച്ച തൊഴിൽ നേടാനായിട്ട് അവർക്ക് വളരെ എളുപ്പം സാധിക്കുന്നു. ചിലർക്ക് തൊഴിലിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതിനാൽ നിലവിലുള്ള തൊഴിൽ ഉപേക്ഷിച്ച് വേറെ തൊഴിൽ അവർക്ക് സംഘടിപ്പിക്കുവാനും സാധിക്കുന്നു. ഭൂമിയും വളർത്തു മൃഗങ്ങളും ചിലർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യത്തിനും ഇവർക്ക് യോഗമുണ്ട്. സർക്കാർ ജോലി ഇവർക്ക് കിട്ടുന്നു, അതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ശത്രുവർദ്ധന ഉണ്ടാകുന്നതിനും ആയതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ശത്രുക്കളെയും അസൂയാലുക്കളെയും ഈ സമയം വാഹനം വാങ്ങുന്നതിന് ഒരു യോഗം ഇവർക്ക് കാണുന്നുണ്ട്. നാട്ടിൽ നിന്നും മാറി വളരെ അകലെ താമസിക്കുന്നതിനും ഒരു യോഗമുണ്ട്. രോഗത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനൊക്കെ നിവൃത്തി വരുന്നു. പ്രവൃത്തി സ്ഥലവും വീടും ഉപജീവന മാർഗവുമായി എല്ലാം ഒത്തുചേരുന്ന ഒരു കാലഘട്ടമാണിത്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തസ്കരന്മാരെയാണ്, മോഷ്ടാക്കളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പല വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. സ്വർണവും മറ്റും വിലപ്പെട്ടത് സമ്മാനമായി ലഭിക്കുന്നതിനും നിങ്ങൾക്കൊരു യോഗം ഈ സമയം കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുന്നതിനും വീട് വയ്ക്കുന്നതിനൊക്കെ ഭാഗ്യമുണ്ട്.
ഉറ്റമിത്രങ്ങളിൽ ആരെയെങ്കിലും വിയോഗം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. 32 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ചിലർക്ക് അത്യാവശ്യമായി ഒരു സർജറി വേണ്ടി വന്നേക്കാം. കേസുകൾ ഉണ്ടെങ്കിൽ വിജയം ലഭ്യമാകാം. ചതി വഞ്ചന ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തർക്കത്തിൽ ജയിച്ചാൽ, അതായത് കോടതിയിൽ ഉള്ള കേസുകളിൽ ജയിച്ചാൽ ഭൂമിയോ പണമോ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തീപ്പൊള്ളൽ, ഇലക്ട്രിക് ഷോക്ക് എന്നിവ മൂലം പൊള്ളലേൽക്കാൻ ഒരു സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുകയാണ്. വീട് നിർമ്മാണം പൂർത്തിയാക്കി അതിൽ താമസിക്കാൻ സാധിക്കുന്നു. സൈന്യത്തിലാണ് തൊഴിലെങ്കിൽ യുദ്ധം ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. യുദ്ധം അല്ലെങ്കിൽ വേറെ ഏതോ രീതിയിലുള്ള പ്രത്യേക ഒരു മിഷൻ ആ വിജയത്തിന് സാധ്യത കാണുന്നു. എല്ലാ കാര്യത്തിലും വിവേകപരമായ ബുദ്ധി വേണം. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വളരെ ശ്രദ്ധിക്കുക. 39 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ചുരുക്കം ചിലർക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർ ശരീരത്തിന് ഒടിവ്, ചതവ് എന്നിവ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിച്ചാൽ മതിയാകും. ചിലർക്ക് അതുമൂലം ഒരു അശ്രദ്ധ കാണിച്ചാൽ ഒരു വികലാംഗത്വം വരാനും എന്നേക്കുമായി ഒരു വികലാംഗത്വം വരാനും ഒരു സാധ്യതയുണ്ട്. എന്നാൽ തന്നെയും പ്രയാസങ്ങൾക്കിടയിൽ തന്നെയും അവർക്ക് പല രീതിയിലും ഉപജീവനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഭക്ഷ്യവിഷബാധ അല്ലെങ്കിൽ മറ്റ് വിഷവസ്തുക്കളുടെ ഉപദ്രവം മൂലമോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ ഇവിടെയും അവർക്ക് ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ ജലാശയത്തിൽ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മുൻകരുതലുകൾ എടുത്തിട്ട് സുരക്ഷാ നടപടികൾ സ്വീകരിച്ച് വേണം ജലാശയങ്ങളിൽ ഇറങ്ങാൻ. കാരണം ഇവിടെ ഒരു അപകടം കാണുന്നുണ്ട്. 57 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു തുടങ്ങാം. പിന്നീട് കുറെ കഴിഞ്ഞിട്ട് പുരോഗതിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും വേറൊരു സാമ്പത്തിക നേട്ടം ഇവർക്ക്, വേറൊരു സ്രോതസ്, അതായത് ധനം സമ്പാദിക്കേണ്ട മാർഗം കണ്ടെത്താൻ സാധിക്കുന്നു. അതുപോലെ മുൻകാലങ്ങളിലെ കഷ്ടതകൾക്ക് കുറച്ച് ആശ്വാസം വരുന്നു. ധനനേട്ടവും ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. മദ്യപാനത്തിന്റെയും ലഹരിയുടെയും അടിമയാകാനുള്ള സാധ്യതയുള്ളതിനാൽ അതിലൊന്നും പെടാതെ വളരെ ശ്രദ്ധിച്ചാൽ ജീവിതം മുന്നോട്ട് പോകാവുന്നതാണ്. ഈ സമയം ചിലര് ആത്മീയതയിലേക്ക് തിരിയുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യമുണ്ട്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനും ഇവർക്ക് യോഗമുണ്ട്. ചിലർക്ക് കോടതി കേസുകൾ ഉണ്ടാകാം, എങ്കിലും അന്തിമ വിജയം ഇവർക്ക് തന്നെ ആയിരിക്കും. ആയുധങ്ങളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാമെന്നതിനാൽ വളരെ ശ്രദ്ധിക്കുക. 73 വയസ്സിന് മുകളിലോട്ടുള്ള പൂരാട നക്ഷത്രക്കാർക്ക് വാത രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം വരാം. പാപകർമ്മങ്ങൾ ചെയ്യരുത്, അത് കൂടുതൽ ദുരിതങ്ങൾ പൂർണ്ണമാക്കും. അശുഭകരമായ സ്വപ്നങ്ങൾ അടിക്കടി കാണുന്നത് കൊണ്ട് മനസ്സിന് ഇത്തിരി പ്രയാസം ഉണ്ടാകാം, അത് ഭയക്കേണ്ടതില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ സ്വപ്നം വിശകലനം ചെയ്യുന്ന ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിച്ച് അത് എന്താണെന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ചിലർക്ക് വിദേശവാസം ഈ സമയം കാണുന്നുണ്ട്. ചിലർക്ക് ഗുണകരമായ ഒരു കാലമാണിത്. വ്യവസായം, വ്യാപാരമൊക്കെ നടത്തുന്നവർക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയമാണിത്. കുടുംബാംഗങ്ങൾക്ക് ചില രോഗങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ തടസ്സമോ പരാജയമോ ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അശുഭകരമായ ചില കാര്യങ്ങളിൽ നിങ്ങൾ, അതായത് വാക്ക് തർക്കങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടാണ്ടിരിക്കുന്നതായിരിക്കും ഈ സമയം എന്തുകൊണ്ടും നല്ലത്. മധ്യസ്ഥം പറയുന്നതും ഒഴിവാക്കുക. അടുത്തത് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 5 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ചില കാലങ്ങൾ അത്ര ഒരു സുഖകരമല്ല. ഇവർക്ക് ചില സമയം വളരെ അസുഖകരമായ ഒരു സമയമാണ്. രോഗങ്ങളും ചില അരിഷ്ടതകളും ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. സ്വജനങ്ങളുമായി കുടുംബത്തിലുള്ളവർ വിരോധം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കുട്ടിക്ക് ചില മുറിവുകൾ, വ്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ രോഗം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് ഒരു തടസ്സം ഇവിടെ കാണുന്നില്ല. കുടുംബത്തിൽ കാർഷിക മേഖലയിൽ നിന്നും ഇവർക്ക് ധാരാളം ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നത് നല്ലതായിരിക്കും. കഷ്ടപ്പാടുകൾ അല്പാൽപമായി മാറിക്കൊണ്ടിരിക്കുന്നു. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരുവിധം ഉപദ്രവങ്ങൾ കുറഞ്ഞ് മുന്നേറുന്ന, നല്ല കാര്യങ്ങൾക്കായി മുന്നേറുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ വസ്തുവകകളോ വീടോ ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. കുടുംബ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് വീതം വെച്ച് ഒരു ഭാഗം കിട്ടുന്ന ഒരു സമയമാണിത്. വിദ്യാഭ്യാസം തുടങ്ങി വെച്ച ശേഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു. ചിലർക്ക് കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാം, എങ്കിലും കാര്യങ്ങളെല്ലാം മുറയ്ക്ക് നടന്നു പോകുന്നു. അതിനൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില കുട്ടികൾക്ക് കഫത്തിന്റെ മൂലമുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നീരിളക്കം, ചുമ, ആസ്മ, വലിവ് പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ചിലർക്കാണ്. അല്പാൽപമായി ഈ കുടുംബം സാമ്പത്തിക നിലയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുടുംബത്തിൽ വീട് പഴയ വീടാണെങ്കിൽ അത് പുതുക്കി പണിയുന്നതിന് അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും രീതിയിൽ മോടി പിടിപ്പിക്കുന്നതിനൊക്കെ അവർക്ക് സാധിക്കുന്നു.
ക്രമേണ സാമ്പത്തിക പ്രതിസന്ധി മാറി ഒരു നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് കുടുംബം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സമയം നിങ്ങൾ മോഷ്ടാക്കളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇതിൽ ചില കുട്ടികൾക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വരാം. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ ചിലർ കോടതി കേസുകളിലും പോലീസ് പരാതികളിലും ഒക്കെ ചെന്ന് ചാടേണ്ട ഒരു സാധ്യതയുണ്ട്. ഇവർക്ക് വിദ്യാഭ്യാസം തന്നെ എന്നേക്കുമായി നിന്നു പോകേണ്ട ഒരു സാഹചര്യവും ചിലപ്പോൾ ഉണ്ടാകാം. എല്ലാവർക്കുമല്ല, ചില ഉത്രാടം നക്ഷത്രക്കാർക്കാണ് വിദ്യാഭ്യാസം നിന്നു പോകുന്നുവെങ്കിൽ പിന്നീട് കൂട്ടുകെട്ട് നിമിത്തം കുടുംബത്തിന് തന്നെ മോശാവസ്ഥ വരികയും നാടിന് തന്നെ ഒരു മോശാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ളതിനാൽ ആരംഭത്തിലെ ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. എന്നാൽ ഇത് ചില ഉത്രാട നക്ഷത്രക്കാർ പഠിച്ച് വളരെ ഉന്നത നിലയിലെത്തുകയും അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ പിന്നെ വ്യവസായമോ വ്യാപാരമോ ഒക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ചിലര് നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നതിനും അതിൽ ശോഭിക്കുന്നതിനും ഉള്ള ഒരു യോഗവും അവർക്ക് കാണുന്നുണ്ട്. ഭരണപരമായ ചുമതലയിൽ ചുക്കാൻ പിടിക്കാനും ചിലർക്ക് യോഗം കാണുന്നുണ്ട്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില സാമ്പത്തിക പ്രതിസന്ധികൾ വരും എങ്കിൽ തന്നെയും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. എന്നാലും അത്യാവശ്യത്തിന് ധനം ലഭിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ചിലർക്ക് മികച്ച വിദ്യാഭ്യാസം നേടാനും അതുവഴി മികച്ച തൊഴിൽ ലഭിക്കാനും സാധിക്കുന്നു. ചിലർക്ക് മാനസിക സംഘർഷം ഉണ്ടാകാം. ചിലർക്ക് ഗവേഷണപരമായ രംഗത്തേക്കാണ് ചില ഉത്രാട നക്ഷത്രക്കാർ തിരിയുന്നത്. അതുവഴി അവർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. സർക്കാരിൽ നിന്നും ഇവർക്ക് പല സാമ്പത്തിക നേട്ടങ്ങളും ഗവേഷണ രംഗത്തേക്ക് നൽകുന്നു. ചിലർക്ക് ചില രോഗങ്ങൾ വന്നേക്കാം എങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല. കള്ളന്മാരെ സൂക്ഷിക്കുക. ഈ സമയം പല വിലപ്പെട്ട രേഖകളും മോഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. കഴിവതും എല്ലാം ശ്രദ്ധിച്ചു പോയാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് രംഗത്ത് കൊണ്ടുവരാൻ പറ്റിയ ഒരു സമയമാണ്. ശരീരത്തിന് ബലക്കുറവ് വരാൻ ചിലർക്ക് സാധ്യതയുണ്ട്. അത് ചികിത്സ മൂലം മാറിക്കിട്ടുന്നു. 39 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില സാമ്പത്തികപരമായിട്ടുള്ള മെച്ചപ്പെടലുകളും ഐശ്വര്യങ്ങളും വന്നു നിറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പല സന്തോഷകരമായ അനുഭവങ്ങളും ജീവിതത്തിൽ അവർക്ക് കുടുംബത്തിൽ ഉണ്ടാകാം. സർക്കാരിൽ നിന്നും ഗുണപരമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായും ഏറെ പുരോഗതി ഉണ്ടാകുന്നു. അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയും ഒരു നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കാലം വളരെ നല്ല രീതിയിൽ ധനം ഉണ്ടാക്കാനും അതുപോലെ സമ്പാദ്യ പദ്ധതികൾ നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു. ശത്രുക്കളെയും അസൂയാലുക്കളെയും ഈ സമയവും നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അവർക്ക് സാമ്പത്തിക ഗുണം ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ അധപ്പതനമാണ് അവർക്ക് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ചില കഷ്ടതകളും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു നല്ല കാലമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരിൽ നിന്നും നിങ്ങൾക്ക് ധനസഹായവും മറ്റുള്ള സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. ആധുനിക രീതിയിലുള്ള വീട് ഉപകരണങ്ങൾ വാങ്ങുന്നതിനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. 55 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ഉത്രാട നക്ഷത്രക്കാരുടെ കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണിത്. അപമാനം വരാനൊരു സാധ്യതയാണ്. മാനഹാനി വരാൻ ഒരു സാധ്യത ഉണ്ടാകുന്നതിനാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ അത്തരം യാതൊരു നടപടികളിലും നിങ്ങൾ ചെന്ന് ചാടരുത്. ഇണയുടെ വേർപാട് നിങ്ങൾക്ക് വളരെ ദുഃഖങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാധ്യതയുണ്ട്. ഈ സമയം ഒരു സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ആലോചിച്ച് നിങ്ങൾ ആ ജോലിയിൽ വളരെയധികം പരിചയസമ്പന്നനാണെങ്കിൽ നിങ്ങൾ അതിന്റെ വരും വരായികൾ ആലോചിച്ച് നിങ്ങൾക്ക് തുടങ്ങാവുന്നതേ ഉള്ളൂ. പരിചയസമ്പന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ ജോലി തുടങ്ങരുത്. വേറെ ആരെയും കണ്ടിട്ട് അവരുടെ ഒരു ഛായയിൽ നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങാതിരുന്നാൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. പ്രോത്സാഹിപ്പിക്കാൻ പല ആളുകളും ഉണ്ടാകും. അവരൊന്നും നിങ്ങളെ രക്ഷിക്കാനായിട്ട് വരുന്നില്ല. ആരോഗ്യം ഈ സമയം ഒരുവിധം തൃപ്തികരമായിരിക്കുമെന്നേ പറയേണ്ടതുള്ളൂ. എന്നിരുന്നാലും ചിലർക്ക് നേതൃത്വ സ്ഥാനങ്ങൾ തുടർന്നു കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ആളുകളുമായി ഈ സമയം കൂട്ടുകെട്ടിന് പോകാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അതുമൂലം ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ നിന്ന് ഈ സമയം ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. തോട്ടങ്ങൾ പോലുള്ള വലിയ വ്യവസായങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങൾ ലഭിക്കാം. 74 വയസ്സിന് മുകളിലോട്ടുള്ളവരാണെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുവിധം നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക്. ചെറിയ രോഗപീഠകളൊക്കെ ഉണ്ടാകാമെങ്കിലും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടാകാമെങ്കിലും അതൊന്നും വലിയ ശല്യമായി തീരുന്നില്ല. ധനത്തിനും ധാന്യത്തിനും മറ്റുള്ള ഐശ്വര്യത്തിനും ഒരു കുറവ് വരാത്ത ഒരു കാലഘട്ടമാണ്. കലാസാഹിത്യ കഴിവുകളിൽ ഉള്ളവരാണെങ്കിൽ ഈ സമയം അവർക്ക് അതുമൂലം ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നു, പ്രശസ്തി ഉണ്ടാകുന്നു. തൻ്റെതായ ഒരു ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ ഇവിടെയും അവർക്കൊരു യോഗമുണ്ട്. പൊതുവെ ഒരു നല്ല കാലമാണ്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായിട്ട് സുഹൃത്ത് ബന്ധം പുതുക്കാനും ഒരു ഭാഗ്യവും കൂടിയുള്ള ഒരു സമയമാണ്.
ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ജാതകപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.